എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് പണി തീർക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ലേറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ലേറ്റായിട്ട് അടുക്കളയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ കയ്യിലുണ്ടാവണം. ഇന്ന് എൻ്റെ അങ്ങനെയുള്ള ദിവസമായിട്ടോ. ഞാൻ 6 മണിക്ക് ഇന്ന് എഴുന്നേറ്റിട്ടുള്ളൂ. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം 6:15 അടുക്കളയിലെത്തി. 6:45 ആകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം തട്ടിക്കൂട്ടി അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. തട്ടിക്കൂട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, അത് നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലഞ്ചിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രോസൺ ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വേവിക്കൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഇത് അങ്ങനത്തെ അല്ലാത്തത് കൊണ്ട് വെള്ളത്തിൽ ഇന്നലെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നങ്ങ് വേവിച്ചെടുക്കട്ടെ. നിങ്ങൾക്കറിയാലോ, രാവിലത്തെ എൻ്റെ അടുക്കളത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എപ്പോഴും ഞാനതിൽ പറയാറുണ്ട്, ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നു. ഇപ്പം എൻ്റെ കാര്യത്തിൽ തലേദിവസം ഞാൻ കട്ട് ചെയ്തൊന്നും വെക്കാറില്ല. അതും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാം ഒന്നും ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ വേണം, എന്നാൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഹെൽത്തി ആവണം. അതുകൊണ്ട് തന്നെ 2 നേന്ത്രപ്പഴവും 3 മുട്ടയും കൂടെ ഒന്നങ്ങ് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഇതാകുമ്പം ഒന്നും നോക്കണ്ടല്ലോ, കാരണം ആവശ്യത്തിന് വയറ് ഫില്ലാവുകയും ചെയ്യും, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു സ്മൂത്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വയറങ്ങ് കംപ്ലീറ്റ് ഫില്ലാവും. എപ്പോഴും നമ്മൾ ദോശയും ഇഡ്ഡലിയും ഉപ്പുമാവും അതുപോലെ തന്നെ പുട്ടും വെള്ളയപ്പം എല്ലാം ഉണ്ടാക്കുന്നതല്ലേ, അതാവുമ്പോൾ അത് വേണം, അതിൻ്റെ കറി വേണം, ചോറും കറികളും എല്ലാം ആക്കണം. പക്ഷേ ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞ മാതിരി മടിയൊക്കെ പിടിക്കുന്ന സമയത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സാധാരണ സ്മൂത്തിക്ക് എല്ലാവരും ഓട്സ് പച്ചയ്ക്കല്ലേ എടുക്കാറുള്ളത്, അതും നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഒരു പച്ച ടേസ്റ്റ്, റോ ടേസ്റ്റ് ആർക്കും അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ ഓട്സ് കാച്ചിയിട്ട് അങ്ങനെ ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് സ്മൂത്തി ആക്കാറുള്ളത്. പലർക്കും പല ഒരു ടേസ്റ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഓട്സ് ഒന്നും പിടിച്ചെന്ന് വരില്ല. രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മുടെ വെള്ളയപ്പവും കറിയും അല്ലെങ്കിൽ പുട്ടും കടലയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിലപ്പം ചിലർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പരിപാടി നടക്കില്ല. പക്ഷേ ഇവിടെ നേരെ വ്യത്യാസമാണ് കേട്ടോ. രാവിലത്തെ തിരക്കിൻ്റെ സമയത്ത് എല്ലാവരും രാവിലെ പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞാലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ 3 അടുപ്പ് ഒരുമിച്ച് അങ്ങ് കത്തിക്കുകയാണ്. കാരണം എനിക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അരമണിക്കൂർ കൊണ്ട് എല്ലാം അങ്ങ് സെറ്റ് ആവണം. ഒന്നിലും നമ്മുടെ ഗ്രീൻ പീസ്, മറ്റേത് പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന മുട്ടയും നേന്ത്രപ്പഴവും, പിന്നെ ഓട്സ് കാച്ചിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസ് അങ്ങ് വെന്ത് കിട്ടും. നേന്ത്രപ്പഴമൊക്കെ ആദ്യം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടായിരുന്നു പുഴുങ്ങാറുള്ളത്, മുട്ടയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നേന്ത്രപ്പഴം പുഴുങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടി ഒന്ന് വെള്ളം അതിലുള്ളിലേക്ക് വരുന്നത് പോലെയാണ്. പക്ഷേ ആവിയിൽ വേവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മുട്ടയും നേന്ത്രപ്പഴവും എല്ലാം കൂടെ 7 മിനിറ്റ് കൊണ്ട് രണ്ടും എനിക്ക് സെറ്റായി കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ടൈം ഒന്ന് നോക്കിയാൽ മതി. ഒരു 7 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. മുട്ടയും വേവും, അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ചിലർക്ക് മുട്ടയുടെ തൊലിയൊക്കെ ഇളക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് ഇല്ലേ, വൈറ്റ് കളറുള്ള, അതും കൂടെ ഇളകി വരുവാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും, മുട്ട ശരിക്കും വേവാത്തത് കൊണ്ടാണ്. നമ്മൾ ഇപ്പം ചിലർക്ക് പാതി വെന്തമൊക്കെ ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ മുക്കാൽ വേവിലായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓക്കെ, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മുട്ട തൊലി കളയുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു 7 മിനിറ്റ് കറക്റ്റായിട്ട് വേവിച്ചെടുത്ത് നോക്ക്. അത് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പച്ചവെള്ളത്തിലും കൂടെ ഇടണം. നന്നായിട്ട് പച്ചവെള്ളത്തിലിട്ടിട്ട് തണിഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി ഇളക്കി മാറ്റുകയും ചെയ്യാം. പിന്നെ ആ ഒരു വെള്ള കളറൊന്നും ഇളകി വരികയില്ല കേട്ടോ. ആ ഒരു സമയത്തിനിടയിൽ ഞാനിപ്പം പച്ചക്കറികളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. 2 വലിയുള്ളിയും പിന്നെ ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഒന്നങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് കയമ അരിയില്ലേ, ബിരിയാണി അരി, ആ അരിയാണ് എടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കയമ അരിയല്ല, ഫ്രൈഡ് റൈസിൻ്റെ ബാസ്മതി റൈസാണുള്ളതെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ പനീറിൻ്റെ പാക്കറ്റും നെയ്യും റോബസ്റ്റ പഴവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റോബസ്റ്റ 1 മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ നേന്ത്രപ്പഴം കൂടി ഇന്ന് കഴിക്കുന്നത് കൊണ്ട്. സാധാരണ സ്മൂത്തിക്ക് ഞാൻ 2 റോബസ്റ്റ എടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് ഇത് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ അരിപ്പയിലിട്ട് കഴുകി വെച്ചിരിക്കുന്ന സീഡ്സ് ഒക്കെയാണ് കേട്ടോ. ചിയ സീഡും പംകിൻ സീഡ്, പിന്നെ അതുപോലെ സൺഫ്ലവർ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ കഴുകി അരിപ്പയിലിട്ട് കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും. പിന്നെ ചിയ സീഡൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴുകുമ്പോൾ അതങ്ങ് കുതിർന്നു പോകും. അപ്പോൾ ഈ ഒറ്റ വെള്ളത്തിൽ കഴുകണമെങ്കിൽ അരിപ്പയിലിട്ടിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഈത്തപ്പഴയില്ലേ, ഡേറ്റ്സ്, അത് 3 എടുത്തിട്ടുണ്ട്. അതും കഴുകിയിട്ട് കുരു കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട്സ് കാച്ചി വെന്തതിന് ശേഷം അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ ചൂടോടെ ഇത് ചേർക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ സീഡ്സ് ഒന്നും ഇങ്ങനെ വേവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടാവില്ലേ, അതങ്ങ് ചേർത്തിട്ട് ഒന്നങ്ങ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ടാൽ മതി.
അങ്ങനെയാകുമ്പോൾ നമുക്കിപ്പോൾ തണിയാൻ വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ അങ്ങ് തണിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. ഞാനിപ്പോൾ ഇത്തിരി വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം അങ്ങ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് കിട്ടിക്കോളും. പക്ഷേ വേവണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിയ സീഡും പംകിൻ സീഡൊന്നും വേവേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ഈ വിത്തുകളൊന്നും കയ്യിലില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. കയ്യിലുള്ള സാധനം വെച്ച്, ഒന്നുമില്ലെങ്കിൽ ഓട്സും പിന്നെ റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാവുന്നതേ ഉള്ളൂ. ഓട്സ് കാച്ചിയിട്ട് ഇത്തിരി ഉപ്പിട്ട് കാച്ചുക, എന്നിട്ട് നമ്മുടെ റോബസ്റ്റ പഴവും കൂടെ മുറിച്ചിട്ടിട്ട് അങ്ങ് കോരി കോരി കുടിച്ചാൽ മതി. പിന്നെ പാല് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ സ്മൂത്തിയിൽ രാവിലെ തന്നെ പാല് ചേർക്കാറില്ല. പാലില്ലാതെ ഈ വെള്ളത്തിൽ കാച്ചിയിട്ട് അങ്ങനെ അങ്ങ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ഇവിടെ സ്മൂത്തി ഒന്നും അല്ലേ, ഇതുപോലെ ചില സമയങ്ങളിൽ മാത്രം. അതിൻ്റെ ഇടയിൽ മുട്ടയും നമ്മുടെ ആ ഒരു പഴം അങ്ങ് വെന്തിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതും അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. ഇതിപ്പം ഗ്യാസ് എല്ലാം ഇപ്പോൾ ഓഫിലാണ് ഉള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളികളൊക്കെ ഒന്നങ്ങ് മുറിച്ചിടുക. വലിയുള്ളി ഇത്തിരി എടുത്തിട്ട് ഞാൻ ആ ഉള്ള വലിയുള്ളി തന്നെ സവാളയിൽ തന്നെ ഇത്തിരി എടുത്തിട്ട് കുറച്ച് വേറെ മാറ്റി വെക്കുന്നുണ്ട്. അതൊരു സാലഡിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ സാധാരണ നമ്മുടെ തൈര് സാലഡില്ലേ അതിൽ ചേർക്കാറുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയുള്ളിയും തക്കാളി പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റില്ലേ ഇതാണ്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയില്ലേ അതും ഉണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഇത് രണ്ടും ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്ത് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മുടെ തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലഡ് റെഡി ആവുമല്ലോ. അതിൻ്റെ ഇടയിൽ ആ തൊലി കളഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നങ്ങ് ഇഞ്ചി കുത്തുന്ന കല്ലില്ലേ അതിലൊന്നങ്ങ് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് റൈസിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മുറിച്ചിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം റൈസും കൂടെ ആക്കി കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. പലരും പറയാറുണ്ട് ചേച്ചി രാവിലെ സ്പീഡ് കിട്ടുന്നില്ല, ഇത്രയും ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അവരോട് എനിക്ക് പറയാനുള്ളത്, കമൻസിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്, എന്നാലും ഞാൻ പറയാണ്, നമ്മൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ, അതായത് ഒരു ഇത്തിരി സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ടായാൽ മാത്രം മതി. ഇതിപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണ് ഇത്. അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെ തൈരും ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉച്ചക്കേക്കുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. രാവിലെ അടുക്കളയിൽ എത്തിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നല്ല വൈബൊക്കെ ആയിരിക്കും. പക്ഷേ ഞാനത് ചെയ്യാറില്ല. കാരണം എനിക്കപ്പോൾ സ്പീഡ് കിട്ടില്ല. ആ പാട്ടിലായിരിക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ ഉണ്ടാവുക. ഇതിപ്പോൾ സ്പീഡ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ ഒരു ഭാഗത്തും നമ്മുടെ ശ്രദ്ധയില്ലാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്താൽ മാത്രം മതി. സാലഡ് നമ്മൾ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കുവാണെങ്കിൽ ഇത്തിരി ഉപ്പ് ഒരു പൊടിക്ക് അധികം ഇടുന്നതായിരിക്കും നല്ലത്. കാരണം തൈരിൻ്റെ പുളി ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത്തിരി ഒന്നങ്ങ് കൂടുമല്ലോ. അപ്പോൾ ബാലൻസ് ആവണമെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിരിക്കും നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിക്കുന്ന തൈരാണെങ്കിലാണ് ഉപ്പിൻ്റെ ആ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു പൊടിക്ക് മുന്നിൽ വേണമെന്നുള്ളത്. പക്ഷേ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് തീരെ പുളിയില്ലാത്ത തൈരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം എക്സ്ട്രാ കൂടുതലായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒന്നങ്ങ് മാറ്റിയെടുക്കട്ടെ. അതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല, ഗ്രീൻ പീസ് മാത്രമേ വേണ്ടൂ. ഇനിയിപ്പോൾ നമ്മുടെ റൈസ് ഉണ്ടാക്കാം. ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയാണ്. അതിനുശേഷം നമ്മുടെ സ്പൈസസ് ഇല്ലേ, പട്ട ഗ്രാമ്പൂ ഏലക്ക അതെല്ലാം അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടില്ലേ, പച്ചമുളകൊക്കെ, അതൊക്കെ അങ്ങ് അതിലേക്ക് ഇടുക. എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയുള്ളി സവോള ഇതെല്ലാം ഒരുമിച്ചിടുന്നുണ്ട്. തക്കാളിയും നമ്മുടെ ക്യാരറ്റും ഇല്ലേ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ക്യാരറ്റ് അധികം കുക്കാവണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ തക്കാളി പെട്ടെന്നാവുമല്ലോ, അതുകൊണ്ട് അത് രണ്ടും അങ്ങ് മാറ്റി വെച്ചു. നിങ്ങളിനിയിപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് വഴറ്റുന്നതാണെങ്കിൽ ആയിക്കോളൂ, ഇതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം അങ്ങനെയൊന്നുമില്ല. ഒന്നങ്ങ് മൂത്ത് കിട്ടിയാൽ മതി, വാടി കിട്ടിയാൽ മതി. ഇത്തിരി കല്ലുപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് അധികം ഒന്നും ഇടണ്ട കേട്ടോ, കാരണം ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി എന്നാണോ പുലാവാണോ അല്ലെങ്കിൽ റൈസ്, അതായത് നമ്മുടെ പനീർ റൈസാണോ, എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. പിള്ളേർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതൊന്ന് വഴറ്റുക, അധികം മൂക്കൊന്നും വേണ്ട. അതിനുശേഷം ഇത്തിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പുഴുങ്ങി വെച്ചിട്ടുള്ള അത് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇത് നമുക്ക് റൈസിന് ആവശ്യമാണ്. അതിൻ്റെ അളവ് ഞാൻ പറയാം. സാധാരണ നമ്മുടെ റൈസ് എത്രയാണോ അതിൻ്റെ ഡബിളാണ് എടുക്കുന്നത്. പക്ഷേ തിളച്ച് കഴിഞ്ഞിട്ടാണ് ആ അളവ് നോക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാലേ പൊടിയൊന്നും അങ്ങനെ കരിഞ്ഞു പോവില്ല. അത് നമ്മളൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതായത് നമ്മൾ എണ്ണ കുറച്ചിട്ടാണ് വഴറ്റുന്നതെങ്കിൽ അത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി വെള്ളം ചേർക്കുക. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് പെരങ്ങി കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടതാണ്. ഞാനിപ്പോൾ അധികം എണ്ണ വേണ്ടാന്ന് വെച്ചതാ. പിന്നെ പനീർ ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിയതാണ്, വീട്ടിൽ നിന്ന് റെഡിയാക്കിയൊന്നുമല്ല. അത് സാധാരണ നമ്മൾ വറുത്തിട്ടൊക്കെ അല്ലേ ഇടുക. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക, പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുന്നു. പക്ഷേ അങ്ങനെയല്ല, നല്ല കമ്പനിയുടെതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല. പനീറും ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ക്യാരറ്റില്ലേ അതും കൂടെ അതിൽ ചേർത്തങ്ങ് ഇളക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ തക്കാളിയും ക്യാരറ്റൊക്കെ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കഴുകി അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി റൈസില്ലേ, കയമരി, ആ കയമരി ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഇത് നമ്മൾ കയമരി എന്ന് പറഞ്ഞാൽ കുഞ്ഞരിയില്ലേ, അതാണ്. ബസ്മതി റൈസ് കുറച്ച് നീളം ഉണ്ടാവും. പിന്നെ ബസ്മതി റൈസിനേക്കാളും വേവ് ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ കയമ റൈസ് ആണെങ്കിൽ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് തിളച്ച വെള്ളം വേണം. അതുകൊണ്ടാണ് ഞാനിപ്പം 1 ഗ്ലാസ് കയമരിക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം എടുക്കുന്നത്. ഇനിയിപ്പം 2 ഗ്ലാസ് എടുത്തിട്ട് തിളപ്പിച്ചിട്ടല്ല കേട്ടോ ഒഴിക്കേണ്ടത്, 2 ഗ്ലാസിൻ്റെ മേലെ എടുക്കണം. എന്നിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ അളന്നിട്ട് ഒഴിക്കുക. കാരണം തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നങ്ങ് കുറയും. അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം 2 ഗ്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ ബസ്മതി റൈസ് നീളമുള്ള നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരിയില്ലേ, അതാണെങ്കിൽ ഡബിളല്ല വേണ്ടത്, അതിനേക്കാൾ ഇത്തിരി കുറക്കണം. ഇപ്പോൾ 1 ഗ്ലാസ് ബസ്മതി റൈസ് ആണെങ്കിൽ 1.25 ഗ്ലാസ് ചൂടുവെള്ളം മതിയാവും. പിന്നെ ഉപ്പിൻ്റെ കാര്യം, നമ്മൾ സാധാരണ ചേർക്കുന്ന ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് അരിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് കിട്ടുന്ന ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതായി കഴിഞ്ഞാൽ അതിനേക്കാൾ ഇത്തിരി ഒരു പിടിക്ക് ഒരു നുള്ളുകൂടെ ഉപ്പ് അധികം ചേർക്കണം കേട്ടോ. എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ട് പറയുകയാണ്. ഒരുപാടധികം ചേർക്കണം എന്നല്ല, നമ്മുടെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഒരു നുള്ളും കൂടെ ഇടുക. അപ്പോഴാണ് ഇത് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് അരിയിലൊക്കെ ഉപ്പ് പിടിച്ചിട്ട് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി അരിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ഗ്ലാസ് അരിക്ക്, അതാണ് കണക്ക്. ഇനിയിപ്പോൾ പവറിൻ്റെ കാര്യമൊന്ന് പറയാം. എല്ലാം കഴിഞ്ഞ് ചേർത്ത് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് മൂടിയിട്ടതിന് ശേഷം വെയിറ്റ് ഇടണ്ട കേട്ടോ. വെയിറ്റ് ഇടാതെ സിമ്മിലാക്കിയിട്ട് 7 മിനിറ്റ്, അതാണ് കണക്ക്. കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ എടുക്കുന്ന രീതിയില്ലേ, ആ കുക്കറിൽ അല്ലെങ്കിൽ ആ ഒരു ബിരിയാണിയുടെ റൈസും ഇതുപോലെ വെയിറ്റ് ഇടാതെ വെക്കുന്ന റൈസ് രണ്ടാണ്. മറ്റേത് ഭയങ്കര സോഫ്റ്റ് പഞ്ഞി പോലെയായിരിക്കും ഇങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് വെയിറ്റ് ഇടാതെ ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണി ചെമ്പിലൊക്കെ വെക്കുന്ന ആ ഒരു ബിരിയാണിയിലെ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ കിട്ടും. ഞങ്ങൾക്കിവിടെ ഇങ്ങനെയാണ് ഇഷ്ടം. ബിരിയാണിയുടെ കറക്റ്റ് ടെക്സ്ചർ വെയിറ്റ് ഇടാതെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് 7 മിനിറ്റ്, ആ ഒരു അളവ് മറന്നു പോകണ്ടേ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അടിയൊന്നും കരി പിടിക്കില്ല കേട്ടോ. അതായത് വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിരിക്കണം, പവറും കറക്റ്റായിരിക്കണം. പിന്നെ ഈ ഒരു അരിയൊന്നും നമ്മളിങ്ങനെ വറുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അതായത് നമ്മൾ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിലും കൗണ്ടർ ടോപ്പ് മുഴുവൻ അങ്ങ് പെരങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു 7 മിനിറ്റിൻ്റെ സമയം കൊണ്ട് ഇതെല്ലാം ഒന്നങ്ങ് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ചെറുനാരങ്ങയുടെ അരമുറിയാണ് എടുത്തത്. അത് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വറക്കാതെ വെക്കുകയാണെങ്കിലും വേറെ വേറെ കിട്ടുന്ന അരി തന്നെയാണ് കിട്ടുക, വേറെ വേറെ നിൽക്കുന്ന അരി തന്നെയാണ് കിട്ടുക. നമ്മുടെ സ്മൂത്തിയുടെ ഓട്സ് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ചൂടോടെ നമ്മൾ അടിക്കുകയാണെങ്കിൽ മിക്സി ചിലപ്പോൾ അങ്ങ് ജാറിൻ്റെ മൂടിയൊക്കെ അങ്ങ് തെറിച്ച് പോകാനിടയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് അടിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ആ റോബസ്റ്റ പഴവും കൂട്ടിയിട്ട് അതങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഈ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനതങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് തുറന്നാൽ മതി. അതായത് ഓഫ് ചെയ്ത് നമ്മളിപ്പം വെയിറ്റ് ഇടാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തുറക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ തുറക്കുക ചെയ്യരുത്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ നമ്മൾ ആ സ്മൂത്തിയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ തൊലി പോക്കുന്നുണ്ട്. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകി വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് തീർക്കുന്നത്. വലിയ പണികളൊന്നും അല്ലെങ്കിലും അടുക്കളയും കൂടെ നമുക്ക് ഒതുങ്ങി കിട്ടണ്ടേ. ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതേപോലെ നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയും കൂടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
മുട്ട വെന്ത ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതല്ല, ഇതിനേക്കാൾ സ്പീഡിൽ നമുക്ക് തൊലി കളയണമെങ്കിൽ വെള്ളത്തിൽ എന്തായാലും ഇട്ട് വെക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ചൂട് പെട്ടെന്ന് പോവും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തൊലി കളയുന്ന സമയത്ത് ടാപ്പ് തുറന്നിട്ട് റണ്ണിങ് വാട്ടറിൽ കാണിച്ചിട്ട് ഒന്നങ്ങ് ഇളക്കി നോക്കി, ഇതിനേക്കാൾ സ്പീഡിൽ നമുക്ക് തൊലി എടുത്ത് മാറ്റാൻ പറ്റും. ആ വെള്ളയുടെ ഭാഗമൊന്നും ഇളകി വരില്ല. ആദ്യം പറഞ്ഞതുപോലെ മുട്ട കറക്റ്റ് 6-7 മിനിറ്റ് വേവണം, എന്നാലേ ഇതൊക്കെ നടക്കും കേട്ടോ. പിന്നെ നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് കേട്ടോ, ഒന്നും മുട്ടിപ്പിടിച്ചിട്ടില്ല, എന്നാൽ നല്ല ടെക്സ്ചറും വന്നിട്ടുണ്ട്, ഒക്കെ പാകത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. കണ്ടോ? പിന്നെ റൈസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതുപോലുള്ള ഫോർക്ക് വെച്ചിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ അരിയൊന്നും ഇങ്ങനെ മുറിഞ്ഞു പോവില്ല. പിന്നെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള പട്ട ഗ്രാമ്പും ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അതൊക്കെ മുകളിൽ തന്നെ വന്നിട്ടുണ്ടാകും, കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റൈസിൻ്റെ ടേസ്റ്റ് മൊത്തം അങ്ങ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ എടുത്ത് മാറ്റാറുണ്ട്. ഇതിലിപ്പോൾ മല്ലിയിലയുടെ കുറവുണ്ട് കേട്ടോ, ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടുന്നത്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇത് അടച്ച് വേവിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർക്കുന്നത് നന്നായിരിക്കും. ആ ഒരു ഫ്ലേവറും കൂടെ ഇതിലിങ്ങനെ ഇറങ്ങി വരുമല്ലോ. പിന്നെ പനീറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ കുക്കറിൽ വെക്കുന്നതാണെങ്കിലും അടിഞ്ഞൊന്നും പോവില്ല, പൊടിഞ്ഞു പോവില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും. വേവിക്കാതെ അല്ല, വറക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പനീർ കിട്ടുക. പിന്നെ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കരിയൊന്നും വന്നിട്ടില്ല. ഈ ഒരു അളവ് കറക്റ്റിലാണെങ്കിൽ, അതായത് വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ സിമ്മിലിടുക, പിന്നെ ടൈമും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ അടിയിൽ പിടിക്കുകയില്ല. നമുക്ക് കുക്കർ തേച്ച് കഴുകുന്ന പണിയും കൂടെ ഇവിടെ ലാഭിക്കാൻ പറ്റും. അടിയിൽ പിടിച്ചു പോയാൽ അറിയാമല്ലോ, പുകകേരിയ മണമൊക്കെ വരും, പിന്നെ നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെ ആയിപ്പോൾ. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മക്കൾക്ക് സ്കൂളിലും അതുപോലെ ഓഫീസിലും നമുക്ക് വീട്ടിലിരുന്നും ഒരു നേരത്തെ ലഞ്ച് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയായത്. ഇതും ആ ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ഭക്ഷണം വേറെ ഒന്നും ആവശ്യമില്ല. ദിവസവും ചോറും മീൻകറിയും പച്ചക്കറിയും ഉപ്പേരിയും മീൻ വറുത്തതും എല്ലാം കഴിക്കുന്നതല്ലേ, ഒരു ദിവസം നമുക്ക് ഇതുപോലെ അങ്ങ് തട്ടിക്കൂട്ടിയിട്ട് ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഒരു ബിരിയാണി അല്ലെങ്കിൽ പനീർ ബിരിയാണിന്നോ അല്ലെങ്കിൽ പനീർ പുലാവോ ഒക്കെ ആക്കിയിട്ട് കഴിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വിട്ടുപോലെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കാണിക്കുന്നത് ആ ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ചെറിയ ചൂടുള്ളതുകൊണ്ടാണ്, പക്ഷേ ഇത് വേവ് കൂടുതലേ ഇല്ല, എന്നാൽ കറക്റ്റ് പാകമാണ്. അതായത് അടിഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ കറക്റ്റ് 100% ഇത് വെന്തിട്ടുമുണ്ട്. ആ രീതിയിലുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതിൻ്റെ ഇടയിൽ സമയം കാണിച്ചിട്ടില്ലല്ലോ, 6:45 ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് തട്ടിക്കൂട്ടി സെറ്റാക്കി അടുക്കളയും കൂടെ റെഡിയാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്